എടാ 5 ദിവസം കൊണ്ട് സംഗതി ഉറപ്പിക്കാൻ പറ്റില്ല. നീ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി. 5 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കൂ. ആണല്ലേ? ആ ഈ ഗർഭവിഷയത്തിൽ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആയിക്കോളൂ. എന്തായാലും എന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വേണ്ട. ഇത് തന്നെ എങ്ങനെയല്ല ആയ മതി ഇപ്പൊ. എടാ ആദ്യമൊക്കെ ആവോ എന്നുള്ള പേടിയാ ഉണ്ടാകുക. ഒന്നായി കഴിഞ്ഞാലല്ലോ പിന്നെ ആയി പോവോ എന്നുള്ള പേടിയാ ഉണ്ടാകുക. ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല മോനെ. ഒരു രണ്ടാളും പറയുന്നത് 10 ദിവസം കഴിഞ്ഞാലേ ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഉറപ്പാണ്. എന്റെ വിളി തിരുവമ്പാടി കൃഷ്ണൻ കേട്ടിന്. നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയാ ഇപ്പൊ. കുറച്ച് സോളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കണ്ടാട്ടാ അല്ലേ? അതന്നെ. അപ്പുറത്തെ വീട്ടിലെ സുലോചനരെ 2 പ്രാവശ്യം അലസി പോയത് നേരാമണ്ണം നോക്കാഞ്ഞിട്ട്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഓളെന്തെങ്കിലും എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലാ നീ പോയിക്കോ. മോളെ നീ ഒന്നും ചെയ്യട്ടെ, ഞാൻ ചെയ്തോളാം. അയ്യോ അമ്മ, ഞാൻ ചെയ്തോളാം. വേണ്ട, ഈ സമയം നല്ലോണം റെസ്റ്റ് എടുക്കണം. പോയി കിടന്നോ, പോയി കിടന്നോ. മോളെ ഒന്നും കഴിച്ചില്ലല്ലോ, നീ ഇത് കുടിക്ക്. അമ്മ ഇപ്പൊ വേണ്ടമ്മേ. ഇത് കുടിക്കേ, ക്ഷീണം ഉണ്ടാവും. എന്താ പറ്റി മോളെ? ഒന്നുമില്ലമ്മേ, ഞാൻ മൂത്രച്ചാന്ന്. എന്റെ കൃഷ്ണ, നല്ലോണം കിട്ടിയ കുഞ്ഞിനെ കൊണ്ട് അരിയിൽ എഴുതിക്കാവേ. എനിക്കെന്താ ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? എനിക്കിവിടെ ഒന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പറഞ്ഞോ. എനിക്കൊന്ന് പീരിയഡ്സ് ആയി. അമ്മേ, നകുലേട്ടാ എണീച്ചേ. എന്തെന്നോ? നകുലേട്ടനൊന്ന് എണീക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നാ നിന്റെ പ്രശ്നം? നകുലേട്ടനൊന്ന് എണീക്കുന്നുണ്ടോ? പറ. അമ്മ എന്നോട് മിണ്ടുന്നില്ല. മിണ്ടുന്നില്ലേ? നകുലേട്ട, ഇങ്ങനെയാന്ന് കാര്യങ്ങൾ പോക്കെങ്കിൽ എനിക്കിടെ നിൽക്കാൻ പറ്റൂലേ? അതല്ല, എനിക്കത് തോന്നാന്ന്. കുഞ്ഞുങ്ങളുണ്ടാവത്തേന് ദേശം അല്ലെങ്കിൽ എപ്പോഴും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് എന്നെ തീർക്കല്. അത് ഇവിടുത്തെ മാത്രമല്ല, എല്ലായിടത്തെ അവസ്ഥ തന്നെ. ഇന്നലെ നകുലേട്ടൻ എന്നോട് ഒന്നും മിണ്ടാണ്ടാ പോയി കിടന്നുറങ്ങിയത്. നിങ്ങളെപ്പോലെ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു കുഞ്ഞിനെ കണ്ണൂന്ന്. എടി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല.
ഞാൻ കുറെ ആലോചിച്ചു നകുലേട്ടാ. നമുക്കൊരു ഡോക്ടറെ കാണണം. കാണാം. ഡോക്ടറെ കാണിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ആരെ കാണിക്കുക? ഇവളുടെ ഒരു കൂട്ടുകാരുണ്ട് കണ്ണൂര്. ഓരോ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമായിന് പോലും. ഓക്ക് കുറെ നാള് ട്രീറ്റ്മെന്റ് ഉണ്ടായിന്നാ പറഞ്ഞത്. ഓള് ഫേസ്ബുക്കിൽ കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ട് കണ്ടിനമ്മേ. ഓരെ കാണാൻ പോയല്ലെന്ന് ആലോചിക്കുന്ന. അതിനെന്താ ഇത്ര ആലോചിക്കാനുള്ള? നിങ്ങൾ വിട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് ഓളെ വിളിച്ചോക്ക്. പിന്നെ നിങ്ങൾ പോകുമ്പോ കുഞ്ഞിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോട്ടോ. ആ ഇതന്നല്ലേ? ആ ഇത് വാ. എത്ര നാളായി നീ? എന്തല്ല കുറേ ആയില്ലേ കണ്ടിട്ട്? ആ കൊറേയായി. നിനക്ക് സുഖല്ലേ? പരമസുഖം. അച്ഛനേടാ? അച്ഛനായിട്ടുണ്ട്. വാ. ആ വരുന്നു. അച്ചായാ, ആ ദാ ഗസ്റ്റ് എത്തി. ഹായ്. നമസ്കാരം. ഹായ് സ്റ്റീഫൻ. നകുലൻ. നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ആ, നീ മംഗലത്തിന് ക്ഷണിക്കാത്തതിനെ പറ്റിയാ കൂടുതൽ പറയല്. ആ, നിന്റെ വീട്ടിൽ വിളിച്ചിനല്ലോ. വീട്ടിൽ വിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളവിടെ കേറ്റുവാ. അല്ല കുഞ്ഞു കൊടുത്തു. അകത്തുണ്ട് വാ. വാ. പാടും. നമ്മുടെ ഇടയിൽ തന്നെ കുറെ പേര് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാർക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാ മുക്കിലും മൂലയിലും ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സ് മുളച്ചു വരുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി എത്ര പേര് ഒരു കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പേപ്പറിൽ നിന്ന് ഗവൺമെന്റിന്റെ അമ്മയും കുഞ്ഞും പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. അവിടം വരെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാന്ന് വെച്ചു. വർക്കൗട്ട് ആവുന്ന കണ്ടപ്പോൾ ഞങ്ങളതങ്ങ് ട്രൈ ചെയ്തു. ആടെ പോയതിനേശാ നമുക്ക് ഇവന് കിട്ടിയേ. അവിടെ ഒരു രാജീവ് ഡോക്ടർ ഉണ്ട്, നല്ല ഡോക്ടറാണ്. വാ. പേടിക്കൊന്നും വേണ്ട. കൗണ്ട് കണ്ട വളർച്ചയ്ക്ക് നോർമലായിട്ടുണ്ട്. എത്ര മെഡിസിൻ എടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ഡോക്ടറെ. ഒരു കുഞ്ഞിക്കാല് കാണുന്ന പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥന പഠിച്ചോ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ റിസൾട്ട് ഇത്ര പോസിറ്റീവ് ആയത്. ഇനി എന്താ വേണ്ടേ? ഇന്നധികം തിരക്കില്ലാന്ന് തോന്നുന്നു. ചെലവുണ്ട് കേട്ടോ. അതിനല്ലേ വന്ന് പോയി കണ്ടിച്ചു വാ. ആ ഇനി അടുത്ത മാസം കാണാം. ശരി, ഓക്കെ. ശരി. നിങ്ങളെല്ലാം ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 4-5 കൊല്ലമായിട്ടുള്ളൂ. ആ പോയ ആൾക്കാരില്ലേ 20 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിക്കുന്നു. 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ ഇത്രയും പേടിക്കണോ? അല്ല, നാട്ടുകാരുടെ ചോദ്യം സഹിക്കാൻ പറ്റാണ്ട്. അപ്പോ കുട്ടി ആർക്കാ വേണ്ടത്? നാട്ടുകാർക്കോ അതോ നിങ്ങൾക്കോ? നമുക്ക് തന്നെ. ആ ആണല്ലോ, ഉറപ്പിച്ചോ? നാട്ടുകാരുടെ വായടപ്പിക്കാനുള്ള മരുന്നൊന്നും ഹോമിയോയിലില്ല. പിന്നെ നിങ്ങൾക്കൊരു കുട്ടിയാണ് ആവശ്യമെങ്കിൽ അതിന് നല്ല മധുരമുള്ള ഗുളിക ഞാൻ തരും. നാട്ടുകാരുടെ പ്രശ്നോർത്ത് ഓവലേഷൻ ചാർട്ട് നോക്കി ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് നടക്കണം. എടോ, അതിൻ്റെ ഒരു രീതിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓ ആ, അപ്പൊ പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം അല്ലേ? ഞാൻ ഫസ്റ്റ് എഴുതരുന്ന മെഡിസിൻ എന്താണെന്നറിയോ? എന്നാ ഒളിച്ചോട്ടം. എടോ നകുല, ഈ നാടും വീടും ജോലിയൊക്കെ വിട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും പൊക്കോളുക. ടെൻഷനും മറ്റെല്ലാ കമ്മിറ്റ്മെന്റ്സും മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ദിവസം. അപ്പൊ നിങ്ങളുടെ മനസ്സും ശരീരവുമല്ല ഒരു കുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കും. അപ്പോ ഒളിച്ചോടല്ലേ? ഇനി എന്തിനാ എത്രമാത്രം ആലോചിക്കുന്നത്? പോയി അടിച്ചു പൊളിക്കണോ? അല്ല, ഈ ഫസ്റ്റ് മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി ഇവിടെ വന്നാൽ മതി.
അയ്യടാ ശരി കണ്ടില്ലേ നെക്സ്റ്റ്